അഭിരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒമാനിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അതായത് ഓഗസ്റ്റ് 11-ാം തീയതി ആണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ പുതിയ വണ്ടി ഇതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും പ്രത്യേകമായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. അതെ, നമ്മുടെ നിസാൻ പെട്രോൾ സൂപ്പർ സഫാരി. അപ്പോൾ നമ്മുടെ ഈ വണ്ടി 2022 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമ്മുടേത്. അപ്പോൾ ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയത്തില്ല. അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ പോകാനുള്ള പാസ്പോർട്ട്, വിസ, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് വേണ്ടതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി 7 സീറ്റർ വണ്ടിയാണ്, മിക്കവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ 2 സീറ്റ് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. നല്ല സ്പേസാണ്. ആ സീറ്റ് മടക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ സീറ്റിൻ്റെ ഉപയോഗം ഇല്ല. നമുക്ക് മക്കൾ 3 പേരുടെ ബാക്കിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെയും നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 സീറ്റ് മടക്കി വയ്ക്കുമ്പം തന്നെ നല്ല സ്പേസ് ഉണ്ട് ലഗേജും കാര്യങ്ങളും വെക്കാൻ. ഇനി എത്ര വേണമെങ്കിലും വെക്കാം. അപ്പം ഇവിടെ മക്കൾ 3 പേരും ഇരിക്കുന്നുണ്ട്. അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അബൂട്ടനും പാച്ചുനും ബോറടിക്കാൻ തുടങ്ങും. ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അവരിപ്പോൾ ഹാപ്പിയാണ്. നല്ല ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എന്താ പറയുക, ഡ്രൈവിംഗ് സീറ്റും പിന്നെ സാധാ പോലെ തന്നെ ആണ്. പിന്നെ അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ഓടിയേക്കുന്നത് വണ്ടി കിലോമീറ്റർ ആണെങ്കിൽ 3124 കിലോമീറ്ററാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടുന്ന് നമ്മളിപ്പോൾ ഷാർജയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകും ഒമാനിലേക്ക്. അവിടുന്ന് സലാല. അപ്പം നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി വെച്ചാൽ അറിയാമല്ലോ നമ്മൾ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 0 ആക്കിയിട്ടുണ്ട്, ഏറ്റവും 0 ആക്കി വെച്ചിട്ടുണ്ട്. ഇനി മുതൽ നമുക്കറിയാം നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നുള്ളത്. സമയവും കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയേ പറയാം. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോയി ഹത്ത വഴി ആ ബോർഡറിൽ കൂടിയാണ്, ഒമാൻ ബോർഡറിൽ പോയിട്ട് ഔട്ട് ചെയ്തിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നതാണ്. അപ്പം ഞാനും വണ്ടിയിലേക്ക് കയറട്ടെ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പാസ്പോർട്ട്, വിസ, എമിറേറ്റ്സ് ഐ ഡി, മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഇതേപോലെയുള്ളൊരു ചെറിയൊരു ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു സൗകര്യമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രശാന്തേട്ടനെല്ലാം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറിയ ബാഗിലും കരുതിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെയാണ് പെട്ടെന്ന് ആവശ്യം വരാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഡിക്കിയിലേക്ക് വെച്ചിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറ്റുന്ന പോലൊക്കെ പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യാം മാക്സിമം. പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ പറ്റുന്ന പോലെ ചെയ്യാം. ഇനിയും നമ്മൾ നേരെ ഒമാൻ ബോർഡറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിക്കും 8 മണിക്കും ഉള്ളിൽ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. കാരണം മക്കളെയും കൊണ്ടൊക്കെ പോകുന്നതാണ്. പിന്നെ എല്ലാം നോക്കിയെടുത്ത് വെക്കുകയും വേണം, മിസ്സാവാണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ സമയം 8:55 ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ കാണാം. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഇതേപോലെ 4 ബോട്ടിൽ വെള്ളം ഇതേപോലെ ഇവിടേക്ക് വെക്കാൻ പറ്റും. അത് നമുക്ക് കൂളായിട്ട് തന്നെ അതിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. അതുകൊണ്ട് അത് നല്ലൊരു ഉപകാരമാണ്. അത്യാവശ്യം തണുത്ത വെള്ളം കുടിക്കണമെന്നുള്ളവർക്ക് അതിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതും നല്ലൊരു സംഭവം തന്നെയാണ്. നമുക്ക് ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒക്കെ വെള്ളമൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് അത്യാവശ്യം തണുപ്പിൽ കുടിക്കണമെങ്കിലൊക്കെ ഇതൊക്കെ നല്ലതാണ്. ഇപ്പം ഞങ്ങൾ ഒമാൻ ബോർഡറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഹത്ത റൂട്ടാണ് പോകുന്നത്. മറ്റേ ഈ വഴി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മളൊരു
മുന്നേ ഒമാൻ ബോർഡറല്ല, ഒമാനും UAE തമ്മിൽ ഇങ്ങനെ എന്താ കമ്പിവേലി കെട്ടിയിട്ട് തിരിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് തൊട്ടടുത്ത് തന്നെ, നമ്മൾ പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ കുറച്ച് അപ്പുറത്തായിട്ടാണ് കാണുന്നില്ലേ അവിടെ ഇങ്ങനെ വേലി പോലെ. പിന്നെ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വണ്ടി സഞ്ചരിക്കുന്ന കാരണം കാണിക്കാൻ പറ്റണില്ല. നമുക്ക് ഇങ്ങനെ കാണാം, നമുക്ക് വേലി കെട്ടി തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാൻ പറ്റും. നമുക്കിവിടെ ബോർഡ് കാണാം, ചെക്ക് പോസ്റ്റ് ഒരു 500 മീറ്ററിന് അപ്പുറം ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ഹത്ത കസ്റ്റംസ് ബോർഡർ ചെക്ക് പോസ്റ്റ് എന്നാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഏരിയയിൽ ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ വേലി പോലെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ഇവിടെ വണ്ടിയൊക്കെ നേരെ തന്നെ പോവുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡറാണ്. അവിടെ നമുക്ക് ഇപ്പം നമ്മൾ ഹത്ത ബോർഡറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹത്ത ബോർഡറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സിറ്റ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, ഇവിടെ ഗേറ്റ് 1, ഗേറ്റ് 2, ഗേറ്റ് 3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാച്ചർ. ഇപ്പം നമ്മളുള്ളത് ഒമാൻ ഹത്ത ബോർഡറിൽ കടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒമാനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഡ്രൈവ് ത്രൂ തന്നെ 2 കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് എത്രയോ രൂപ, നമ്മൾ എത്ര പേഴ്സൺ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കണമായിരുന്നു. അതിപ്പോൾ പ്രസാദ് ഏട്ടൻ ഞങ്ങളുടെ അടുത്തില്ല, ഏട്ടൻ ഇവിടെ ഒരു ഓഫീസിലേക്ക് കയറി പോവാണ്. അപ്പോൾ അത് കാരണം എനിക്കറിയില്ല എത്ര രൂപ കൊടുത്തേന്നുള്ളത്. അത് ഞാൻ ചോദിച്ചിട്ട് പറയാം. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം അവിടെ ക്യാമറയും കാര്യങ്ങളും സേഫ്റ്റിയൊക്കെ ഉള്ള കാരണം വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ അടുത്ത കൗണ്ടറിൽ നമ്മുടെ പാസ്പോർട്ടും വിസയും കാര്യങ്ങളൊക്കെ കാണിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ പിന്നെ എന്താ ഡ്രൈവ് ത്രൂ ആയിട്ട് തന്നെ കുറേ കൗണ്ടറുകളുണ്ട്. അവിടെ ലൈറ്റ് വെഹിക്കിൾ, ഹെവി വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അവിടെ പാസ്പോർട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓഫീസിലേക്ക് പ്രശാന്ത് ഏട്ടന് ഇവിടെ പാസ്പോർട്ട് അറൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഓഫീസിലേക്ക് പ്രശാന്ത് ഏട്ടൻ പോയേക്കാണ്. അപ്പോൾ അന്നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ഉള്ള കാര്യങ്ങളെന്നൊക്കെ പ്രശാന്ത് ഏട്ടൻ വന്നതിന് ശേഷം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ അങ്ങനെ UAE ഒമാനിലേക്ക് കയറി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ വിസ എടുക്കാണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ബോർഡറിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം നേരത്തെ ഒരു തവണ വന്നിട്ടുള്ളപ്പോൾ പിന്നെ അങ്ങനെ ബോർഡറിൽ വന്നിട്ടാണ് ഞങ്ങൾ അന്ന് വിസ എടുത്തത്. അപ്പോൾ എനിക്ക് അതൊന്നും അത്ര ഓർമ്മയും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി വിസ ഓൺലൈനിൽ എടുത്തിട്ട് വന്ന കാരണം നമുക്ക് എന്താണ് കയറി അവിടെ വലിയ അത്രയധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് വേഗം കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ വന്ന് വിസ എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട്. ഇറങ്ങിയിട്ട് നമ്മൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ബാക്കിയുള്ള അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വിസ റെഡി ആയിട്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി വിസ എടുത്ത് വന്ന കാരണം ബാക്കിയുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ വെയിറ്റ് ചെയ്ത ഏരിയയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് മാറി വേറൊരു ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ അവിടേക്ക് പോയിരുന്നത്, ആ ഓഫീസിലേക്ക് പോയിരുന്നത് നമ്മളെടുത്ത് വിസ കാണിച്ചിട്ട് അത് പാസ്പോർട്ടിൽ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാനും മക്കളും വണ്ടിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. പ്രശാന്ത് ഏട്ടനാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഇപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്നതായിരിക്കും. പ്രശാന്ത് ഏട്ടന് വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം, എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത്.
അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ബോർഡറിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് കൗണ്ടറിൽ പിന്നെ നമ്മൾ എത്രയോ രൂപ അടച്ചിരുന്നു എന്നുള്ളത്. അത് ഒരാൾക്ക് 35 രൂപ വെച്ചിട്ടാണ്, 35 രൂപയല്ല സോറി 35 ദിറംസ് വെച്ചിട്ടാണ് പിന്നെ ചാർജ് വന്നേക്കുന്നത് ഒരു പാസ് പോലത്തെ ഇതിൽ. അപ്പോൾ അത് അടച്ചിട്ടുണ്ട് 5 പേർക്കും. പിന്നെ ഒന്നും അധിക സമയമൊന്നും എടുത്തിട്ടില്ല. പിന്നെ അത് 2 കൗണ്ടറിലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാസ്പോർട്ടൊക്കെ കൊടുത്തു, എമിറേറ്റ്സ് ID ഒക്കെ കൊടുത്തു. അതെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിൽ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തു. അതിലൊന്നും ഒരു താമസമോ ബുദ്ധിമുട്ടോ ഒന്നും നമുക്ക് ഈ ബോർഡറിൽ ഉണ്ടായിട്ടില്ല. ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഞാൻ മുമ്പ് കാണിച്ച പോലത്തെ പിന്നെ എന്താണ് ഇവിടെ ഡ്രൈവ് ത്രൂ കൗണ്ടറുകളുണ്ട്. ലൈറ്റ് വെഹിക്കിൾ പാസ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൗണ്ടറുകളുണ്ട്. അവിടെയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ചെക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൗണ്ടറിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു സൈഡിലൂടെയാണ് ഹെവി വെഹിക്കിൾ മാത്രം പോകാനുള്ളൊരു ഏരിയ ആണത്. അടുത്തതും നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഓർത്തു ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഞാൻ കാണിച്ച ആ കൗണ്ടറും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൗണ്ടറിലും ജസ്റ്റ് ഒന്ന് എന്താണ് നമുക്ക് അവിടെയും ചെറിയൊരു ചെക്കിങ് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, എത്ര പേരാണ് അങ്ങനെയൊക്കെ ചോദിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഒരു പോലീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആള് ഡിക്കി പരിശോധിച്ചു, എവിടേക്കാണ് പിന്നെ എവിടെയാണ് ഒമാനിലേക്ക് പോകുന്നത്. അപ്പോൾ സലാലയാണെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ അവരുടെ ആ ഒരു ഫോർമാലിറ്റിയാണ് ഇതൊക്കെ. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെയും ചെക്കിംഗ് ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ആ ഒരു ഭാഗത്തൂടെ വന്നിട്ട് നമ്മുടെ കയ്യിലൊരു ചെറിയൊരു സീൽ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കൊടുക്കണമായിരുന്നു. അതവരവിടെ വാങ്ങിച്ചു വെച്ചു. എത്ര ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അത് സീൽ ചെയ്തിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതവരവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡറിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാം സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വേഗം തന്നെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഷാർജയിൽ നിന്ന് ഒമാൻ ബോർഡർ വരെയുള്ള വിശേഷങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് ഒമാൻ ബോർഡറിന് ശേഷമുള്ള വിശേഷങ്ങളാണ്. ആ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി.